ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് മോളുടെ ഒരു പിറന്നാൾ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഇതാ സദ്യകളൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ പോവാനുള്ള ധൃതിയാണ് മോൾക്കും വാസറിനൊക്കെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാ സാമ്പാറിനുള്ള കഷ്ണമൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. അവിയലും ഒക്കെ ഇന്നലെ നുറുക്കി വെച്ചിട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം ഉണ്ടാക്കുന്നതാണ് പണി. അപ്പോൾ രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞു. ഇനി ബാക്കിയെല്ലാം ഉണ്ടാക്കണം. ഹസ്ബൻഡിനും മൂക്കൊക്കെ പോകണം. അപ്പോൾ പിറന്നാൾ കുട്ടിക്ക് ഇന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇലയിലെല്ലാം ഉണ്ണാം. ഇപ്പോൾ കുറച്ച് വിഭവങ്ങളൊക്കെ ആയിട്ട് കഴിക്കാമെന്നും പറഞ്ഞിരിക്കുക. ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കണം. അപ്പോൾ ഇവരൊക്കെ പോകാൻ വേണ്ടി ധൃതിയിൽ ഒന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന് കരുതിയിട്ടായിരുന്നു ഞാനിപ്പോൾ വീഡിയോ എടുക്കണേ. പിറന്നാളുട്ടി ഇതാ ഇങ്ങോട്ട് നോക്ക്. പിറന്നാളുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. കുളിക്കാനെല്ലാം ബാക്കിയുണ്ട്. ബ്രഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി പരിപാടിയിലേക്കൊക്കെ കിടക്കട്ടെ. കുറേ പണികൾ ബാക്കിയുണ്ട്. അപ്പോൾ ഇന്നിവിടെ വാസോട്ടനും മോൾക്കും എല്ലാം പോകണം കേട്ടോ. ഞാനും വലിയ മോളും മാത്രമേ വീട്ടിലുള്ളൂ. ഇവർക്കൊക്കെ പോകണം. അപ്പോൾ ഇതാ ഞാൻ അവിയലുണ്ടാക്കി, സാമ്പാറുണ്ടാക്കി. തോരനൊന്നും അവർക്ക് വേണ്ട. എല്ലാം കൂടി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കഴിക്കുമ്പോൾ രസമല്ലേ, വീട്ടിൽ നിന്ന് കഴിക്കണ ആ ഒരു ഇതില്ല എന്നും പറഞ്ഞിട്ട് ഇത് മാത്രം മതി. ഇഡ്ഡലി ഉണ്ടാക്കി, സാമ്പാറും എല്ലാം ഉണ്ടാക്കി. അപ്പോൾ ഇതാ മോൾക്കും ഹസ്ബൻഡിനൊക്കെ ഇവിടെ ഒക്കെ ആക്കി വെച്ചതാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് ഇലയിലൊക്കെ വിശദമായിട്ട് വന്നിട്ട് വൈകുന്നേരം കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുക. പായസമൊക്കെ ഉണ്ടാക്കണമല്ലോ എന്തായാലും. അപ്പോൾ അങ്ങനെ. അപ്പോൾ പിറന്നാൾ ദിവസത്തിൽ എപ്പോഴും എനിക്ക് എൻ്റെ ചെറുപ്പം തൊട്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്നതാണ് ഇഡ്ഡലി സാമ്പാറും. എൻ്റെ അമ്മ പിറന്നാൾ ദിവസത്തിന് കുറച്ച് പ്രാധാന്യം കൊടുത്തിരുന്നു. അതുതന്നെയാണ് ഞാനും ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഇതാ മോൾക്ക് പിന്നെ ഇഡ്ഡലി സാമ്പാറും എല്ലാം വലിയ കുട്ടികളായി എന്നൊന്നുമില്ല. ആ പിറന്നാൾ ദിവസം ഞാൻ എപ്പോഴും ഒന്ന് വാരി കൊടുക്കും രണ്ടുപേർക്ക്. അപ്പോൾ മോളിതാ കോളേജിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ. നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു. അപ്പോൾ ഇതാ മോള് മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് ചേച്ചീനോട് കൊണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്. ചേച്ചി ഇതാ റെഡി ആവും. അപ്പോൾ മോളിതാ കോളേജിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പോവാട്ടോ. ഇങ്ങനെ ബസ്സിന് പോകാൻ വേണ്ടി റെഡിയായി. ചേച്ചി ഇതാ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഹെൽമെറ്റൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ മോൾക്ക് ഇപ്പോൾ ഇന്ന് കോളേജെല്ലാം ഉണ്ടാവുകൊണ്ട് അമ്പലത്തിൽ പോകാൻ സമയം കിട്ടിയില്ല. ഹായ്, അപ്പോൾ ഞാൻ ഇവിടെ അടുത്തുള്ള അമ്പലത്തിലൊന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വരാം. എന്നിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ നോക്കാൻ. അപ്പോൾ പെട്ടെന്ന് പോയിട്ടൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിവിടെ അടുത്തന്നെയുള്ള ഗണപതിയുടെ അമ്പലത്തിലും മുരുകൻ്റെ അമ്പലത്തിലും സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിലുമാണ് പോയത്. പിന്നെ ഇവിടെ എന്താ പറയുക, വേറൊരു ദേവീക്ഷേത്രം ഉണ്ട്, അവിടെയും കൂടിയും പോയി കേട്ടോ. അപ്പോൾ അത് പോയി കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് പിന്നെ അടുത്ത പണികളൊക്കെ നോക്കാനായില്ലേ. അപ്പോൾ പിന്നെ പായസമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. പിന്നെ തോരൻ ഉണ്ടാക്കിയിട്ടില്ല. ഒരു എലിശ്ശേരി ഉണ്ടാക്കി. അങ്ങനെ ഈ പണികളൊക്കെ ബാക്കി, ക്ലീനിങ് അതെല്ലാം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് വീട്ടിൽ വന്ന് ചായയും ഇഡ്ഡലിയും എല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഇതാ ഇങ്ങനെയായി കേട്ടോ. വെയിലായി, നല്ലപോലെ വെയിലായി. ഒരു 11 മണിയൊക്കെ 10:11 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഈ സമയത്താണ് ഇനിയിപ്പോൾ ബാക്കിയെല്ലാ പണികളും കുറച്ച് പകുതിയായിട്ട് വെച്ചിട്ടുണ്ട് എല്ലാതും. അപ്പോൾ അതാ ഇനി ബാക്കി ഉണ്ടാക്കണം. അപ്പോൾ സാമ്പാറായി, അവിയലായി, പിന്നെ എലിശ്ശേരിയും തോരൻ ഇതെല്ലാം വെക്കേണ്ട എല്ലാതൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം എല്ലാം കൂടി നമുക്കെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണോണ്ട് എടുക്കാനും കഴിയില്ല എല്ലാതൊന്നും. അപ്പം ഞാൻ കുറച്ചൊക്കെ ആയിട്ട് കാണിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാ അവിയലൊക്കെ ആയി. ഇനി അവിയലിൻ്റെ പാത്രമെല്ലാം നമ്മളിങ്ങനെ അലുമിനിയത്തിൻ്റെ ചീനച്ചട്ടിയൊക്കെ ആകുമ്പോൾ നമ്മൾ പുളിയുള്ളതൊക്കെ ആണെങ്കിലും അതുപോലെ കുക്കറിൽ സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ അതൊക്കെ ഒഴിച്ച് നമ്മൾ വെക്കണം കേട്ടോ, പെട്ടെന്ന് തന്നെ. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അറിയാത്തവരൊക്കെ അങ്ങനെ ചെയ്തോളൂ. അങ്ങനെ അലുമിനിയത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ അത് ഒഴിച്ച് വെക്കണം, പുളിയുള്ളതാവുകൊണ്ട്. അപ്പോൾ ഞാനതെല്ലാം ഒഴിച്ച് കഴുകി. പിന്നെ ബാക്കിയുള്ള കറികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാനും മോളും അല്ലോ കേട്ടോ ചോറുണ്ണാനും ഉച്ചയ്ക്ക്. അവർ രണ്ടുപേരും വരുമ്പോഴത്തേക്ക് വൈകുന്നേരം ആവും. വാസോട്ടനും മോളും വരുമ്പോഴത്തേക്ക്. മോള് പിന്നെയും കുറച്ചും കൂടി നേരത്തെ വരും. വാസോട്ടൻ വരുമ്പോഴത്തേക്ക് 7 മണിയൊക്കെ ആവും, 7:30 ആവും.
അപ്പോൾ പിന്നെ അവരൊക്കെ പിന്നെ വന്നതിന് ശേഷമാണ് അവർ ഇലയിലൊക്കെ ചോറുണ്ടത്. ഞാനും മോളും കഴിച്ചു ഉച്ചയ്ക്ക്. ഞങ്ങൾ രണ്ടുപേരും അധിക വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം അധിക വിഭവങ്ങളൊന്നും ഉണ്ടാക്കി ആർക്കും എല്ലാതൊന്നും വേണ്ട കേട്ടോ. ഇത്രയൊക്കെ ധാരാളം മതി. ഇപ്പോൾ എന്താ പറയുക, ചോറുണ്ണാനൊക്കെ നമുക്ക് ധാരാളം മതിയല്ലോ. വലിയൊരു ഗംഭീരമായിട്ടുള്ളൊരു സദ്യയല്ല. പിന്നെ മക്കൾ കഴിക്കുന്നതൊക്കെ ഉണ്ടാക്കും എന്നല്ലാതെ ഗംഭീരമായിട്ട് ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കാറില്ല. ഇത്ര ധാരാളം മതി. ഇവർക്ക് സാമ്പാർ, അവിയൽ, തോരൻ അത്ര തന്നെ ധാരാളം. പിന്നെ എലിശ്ശേരിയൊക്കെ നമ്മൾ അവിയൽ ഇഷ്ടമാണ് കേട്ടോ. എലിശ്ശേരിയൊക്കെ പിന്നെ കുറച്ചൊക്കെ കഴിക്കും. അങ്ങനെ എല്ലാം ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി, ഞാനും മോളും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ പിന്നെ വൈകിട്ടാണ് വന്നത്, അച്ഛനും മോളും. അപ്പോൾ അവർ പിന്നെ അച്ഛനും മോളും പിന്നെ ഡിന്നറാണ് ഇലയിൽ കഴിച്ചത്. പിന്നെ കൊണ്ടുപോകുമ്പോൾ പിന്നെ അവർ കുറച്ചൊക്കെ കൊണ്ടുപോയി എന്നല്ലാതെ അവിടുന്ന് വിശദമായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വൈകിട്ട് പിന്നെ വന്നിട്ട് ഇലയിൽ സദ്യ കഴിച്ചു. Happy birthday to you. Happy birthday to you, dear കുഞ്ഞാവ്. Happy birthday to you. അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേയുടെ പിറന്നാൾ ദിവസമല്ല കേട്ടോ കേക്ക് മുറിച്ചത്. അപ്പോൾ ഞാൻ ബർത്ത്ഡേ, അതായത് ഡേറ്റിൻ്റെ അന്നാണ് കേക്ക് മുറിച്ചത്. അതും കൂടി ഞാനിവിടെ നിന്ന് ഷെയർ ചെയ്യാണ് നിങ്ങളുമായിട്ട്. ഡേറ്റ് ഓഫ് ബർത്ത് ജനുവരി 28 ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ആയി എന്ന് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ദിവസമായി. ഇപ്പോഴാണ് വ്ളോഗ് ഇടാൻ സമയം കിട്ടിയത് കേട്ടോ. അപ്പോൾ എടുത്തു വെച്ചിരുന്നു. അങ്ങനെ ഓരോ തിരക്ക് കാരണം അങ്ങനെ ഇടാൻ സാധിച്ചില്ല. അപ്പോൾ ഈ ജനുവരി 28 കേക്കെല്ലാം മുറിച്ചു. പിന്നെ സദ്യ പിന്നെ നാളിനാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ മോൾക്ക് പിന്നെ ഇഷ്ടപ്പെട്ട മോമോസ് വേണമെന്ന് ഇവിടെ അടുത്ത് മോമോസ് കിട്ടും. അപ്പം മോമോസും കൂടിയും മേടിച്ചിരുന്നു. അത് മാത്രമായിരുന്നു ഡേറ്റിൻ്റെ അന്ന്. വേറെ ക്ലാസ്സൊക്കെ ഉണ്ടാകുമ്പോൾ വേറെ വിധത്തിലുള്ള ആഘോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പിറന്നാൾ ഡേറ്റിൻ്റെ അന്ന് എല്ലാം കേക്കെല്ലാം കട്ട് ചെയ്തു. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.